ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എല്ലാവരും റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് കുറച്ച് പരിപാടി അവതരിപ്പിക്കുന്ന ആൾക്കാർ ഡാൻസ് കളിച്ചിട്ട് രണ്ടുപേരും അങ്ങോട്ട് ചെല്ലുകയാണ്. അങ്ങനെ അവിടേക്ക് കടന്നു ചെന്നിട്ട് അവർ അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ്. ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ഒരു മത്സരം നടത്താനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു പ്രൈസ് തന്നെ ലഭിക്കുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള യോഗ്യത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് 4 റൗണ്ടുകളാണ് ഉണ്ടാവുന്നത്. അതിൽ ജയിക്കുന്ന കപ്പിളിനായിരിക്കും ആ ഒരു പ്രൈസ് ലഭിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് നിർത്തുന്ന സമയത്ത് മൂർത്തി ഉറക്കെ പറയുകയാണ്, ഇതിൽ ഒന്നാമതാവുന്ന കപ്പിളിന് 5 ലക്ഷം രൂപയാണ് സമ്മാനമായിട്ട് നൽകാനായിട്ട് പോകുന്നതെന്ന്. അപ്പോൾ അത് കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ജലജയും അതേപോലെ അബിയൊക്കെ കൂടിയിട്ട് ആ തുക കേട്ടിട്ട് ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ നയനയാണെന്നുണ്ടെങ്കിലും ആ പൈസ കേട്ടപ്പോൾ അവൾക്കൊരു മനസ്സിലൊരാഗ്രഹം, എനിക്കൊന്ന് അതിൽ പങ്കെടുക്കണം, ആ പൈസ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ വീട്ടുകാരെ സഹായിക്കാമെന്ന്. കാരണം കുറച്ച് ദിവസം മുമ്പായിട്ട് ജലജ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കഷ്ടപ്പാട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് പറയാൻ മടിച്ചിരിക്കുമ്പോൾ നമ്മുടെ നയന ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, പലിശക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ ബാക്കി പൈസ എല്ലാം കൊടുത്ത് തീർക്കാമെന്നല്ലേ മോള് പറഞ്ഞിരുന്നത്. ആകെപ്പാടെ അന്ന് 1 ലക്ഷം രൂപയാണ് കൊടുത്തത്. അപ്പോൾ അതിന് വേണ്ടി സംസാരിച്ച് വന്നതാണ്, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങൾ ഇറക്കി വിടുന്നതാണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ളൊരു കാര്യമൊക്കെ നയനയ്ക്ക് ഓർമ്മ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആ പൈസ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് നയൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എല്ലാവർക്കും പങ്കെടുക്കാം, അതിൽ ബെസ്റ്റ് ആവുന്നവർക്ക് അപ്പോൾ തന്നെ ക്യാഷ് പ്രൈസ് ലഭിക്കുന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം അത് കേട്ടിട്ട് അബി മനസ്സിലാലോചിക്കുന്നുണ്ട്, ആ തുക എനിക്ക് തന്നെ കിട്ടണം, കാരണം ഞാനൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആദർശേട്ടനോട് ചോദിച്ചിട്ട് പൈസ തന്നില്ല, അപ്പോൾ ഈ പൈസ കിട്ടുകയാണെങ്കിൽ എനിക്ക് വളരെയധികം ഉപകാരമായിരുന്നു എന്ന് അബി മനസ്സിലാലോചിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയം നമ്മുടെ നയന മാറി നിന്നിട്ട് ആലോചിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഈ മത്സരത്തിൽ ഒന്നാമതാണ്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇനി ഒരാഴ്ചയ്ക്ക് എനിക്ക് വേറെ പൈസ ഒന്നും അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ ഒരാഴ്ച കൊണ്ട് വീട്ടിലെ കടം തീർത്തില്ല എന്നുണ്ടെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് അവർ ഇറക്കി വിടും. അതിന് പറ്റിയൊരു ചാൻസാണ്, ആദർശേട്ടനോട് പോയി പറയാം എന്നെ ഒന്ന് സഹായിക്കാനായിട്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണിക്കുന്നത് അബിയാണെന്നുണ്ടെങ്കിൽ മാറി നിന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കണ കാര്യമൊക്കെ തന്നെ, പക്ഷേ ആ നവ്യയുടെ കൂടെ വേണമല്ലോ ഇത് മത്സരിക്കാനായിട്ട് എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ആ സമയം അവിടേക്ക് ജലജ വരുന്നുണ്ട്. അപ്പോൾ ജലജ വന്ന് ചോദിക്കുകയാണ്, എന്താ അബി നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അമ്മ കേട്ടില്ലേ മത്സരത്തിൻ്റെ തുകയുടെ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടു, നീ എന്തിനിപ്പോൾ അത് നോക്കിക്കണത്, അപ്പോൾ എനിക്കതിൽ പങ്കെടുക്കണമെന്നുണ്ട് അമ്മ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ഞാനതിൽ പങ്കെടുക്കുകയുള്ളൂ. കാരണം നവ്യയുടെ കൂടെ പങ്കെടുക്കുന്നത് നമുക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പങ്കെടുക്കാനായി നിൽക്കില്ല. ഞാൻ ആരെ കൂടെ പങ്കെടുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആ തുകയാണ് വലുത്, കാരണം എനിക്കത് കിട്ടിയിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു എന്ന് പറയാണ്. നീ എന്തിനെ ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദർശേട്ടനോട് ചോദിച്ചതാണ്, ആദർശേട്ടൻ തന്നില്ല. അപ്പോൾ എനിക്ക് എങ്ങനെയും പൈസ ഉണ്ടാക്കിയിട്ട് വേണം പോകാൻ, അതായത് നവ്യ ആയാലും കുഴപ്പമില്ല, വേറെ ആരായാലും കുഴപ്പമില്ല, പക്ഷേ അമ്മ അതിനെ സമ്മതിക്കണം എന്ന് പറയുക. അപ്പോൾ ജലജ പറയുന്നുണ്ട്, നിനക്ക് ആദ്യമേ എന്നോട് പറയായിരുന്നില്ലേ ആദർശ് പൈസ ചോദിച്ചിട്ട് തന്നില്ല എന്നുള്ളൊരു കാര്യം, അത് ഞാനിവിടെ വീട്ടിൽ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിനക്ക് ആ പൈസ ഞാൻ അറേഞ്ച് ചെയ്ത് തരുന്നില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഇപ്പം എന്തായാലും ഈ മത്സരത്തിൽ പങ്കെടുക്കാം. ഇനിയിപ്പോൾ അവർ ബെസ്റ്റ് കപ്പിളാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിനി ഒരു ബെസ്റ്റ് കപ്പിളാവണമെന്നൊന്നുമില്ലല്ലോ, അവരങ്ങനെ തീരുമാനിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ പൈസയാണ് ലക്ഷ്യം എന്ന് പറയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എന്നാൽ ശരി നീ നവ്യയായിട്ട് പങ്കെടുത്തോളാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അബി പറയുന്നുണ്ട്, അല്ല അമ്മേ, ഇനിയിപ്പോൾ എനിക്ക് ആകെ ഒരു ഭീഷണിയായിട്ടുള്ളത് ആ നവ്യയും നയനയും അതേപോലെ തന്നെ ആദർശേട്ടനും പങ്കെടുക്കുമെന്നുള്ളൊരു പേടിയാണെന്ന് പറയാണ്. മോനെ, നീ ആ കാര്യത്തിലൊന്നും വിഷമിക്കേണ്ട, നിൻ്റെ അമ്മ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും. അവർ മത്സരത്തിൽ പങ്കെടുക്കാണ്ടിരിക്കാനുള്ള ട്രിക്കൊക്കെ എനിക്കറിയാം, നീ അത് പേടിക്കേണ്ട, മത്സരത്തിൽ ഒന്നാമതാവാനുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യുമെന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ വാമപ്പൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ പോകുന്നുണ്ട്. നമ്മുടെ ജലജയാണെന്നുണ്ടെങ്കിൽ നേരെ ചെല്ലുന്നത് ദേവയാനിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് പോയി പറയുന്നുണ്ട്, ഏടത്തി കേട്ടില്ലേ മത്സരത്തിൻ്റെ കാര്യം എന്ന് പറയാണ്. ഞാൻ കേട്ടായിരുന്നു, ഞാനൊന്നുമില്ല മത്സരിക്കാനായിട്ടെന്ന് പറയാണ്. എല്ലായിടത്തും ഇനിയിപ്പോൾ ആദർശം നയനെങ്ങനെ പങ്കെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ, നിനക്കെന്താ വട്ടാണോ എൻ്റെ മോൻ, ഞാൻ പറയുന്നതിനപ്പുറത്ത് ഒന്നും തന്നെ ചെയ്യാനായിട്ട് പോവില്ല എന്ന് പറയാണ്. അല്ല ഇനിയിപ്പോൾ അവൾ നിർബന്ധിച്ചിട്ട് എങ്ങാനും വന്നാലോ എന്ന് പറഞ്ഞവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പറയുന്നതിനപ്പുറത്ത് എൻ്റെ മോന് ഒന്നും തന്നെ ചെയ്യാനായിട്ട് പോവില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറയാണ്. നീ വെറുതെ എൻ്റെ ചെവിതിനകത്ത് പോകാൻ നോക്കി ജലജയെന്ന് പറയുമ്പം ആ വഴി ആദർശ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദേവയാനി വിളിക്കുകയാണ്, ആദർശ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിച്ചിട്ട് ആദർശ് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ പറയാണ്, നീ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നു
പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ അമ്മയ്ക്ക് വട്ടാണോ? ഇത്രയും വലിയൊരു ബിസിനസ്മാനായ ഞാൻ ഈ ഒരു 5 ലക്ഷം രൂപയ്ക്ക് ഈ മത്സരത്തിന് പങ്കെടുക്കാൻ പോയി, അമ്മയ്ക്ക് എന്താ വട്ടാണോ? ഒരിക്കലും ഇല്ല എന്ന് പറയണം. എന്നാൽ ശരി മോനെ, നീ പൊക്കോളൂ, ഞാൻ വെറുതെ ചോദിച്ചതാണെന്ന് പറയുന്നുണ്ട്. അവൻ പോയി കഴിഞ്ഞപ്പോൾ ജലജയുടെ അടുത്ത് പറയുന്നുണ്ട് ദേവയാനി, കേട്ടില്ലേ എൻ്റെ മോൻ പറഞ്ഞത്, അവൻ ഇതിലൊന്നും പോവില്ല എന്ന്. നിനക്കിപ്പോൾ വിശ്വാസമായോ? ഒന്ന് പോയി തരുമോ എന്ന് പറയുകയാണ് ജലജയുടെ അടുത്ത്. അപ്പോൾ ജലജയ്ക്ക് നല്ല ആശ്വാസമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു, അയാളുടെ വീട്ടിലെ മരുമകളെയാണ്. അവളാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇതേപോലെ സാമ്പത്തികമായിട്ട് കുറച്ച് പൈസയ്ക്ക് അത്യാവശ്യമുണ്ട്. അപ്പോൾ അവൾ ആലോചിക്കുന്നുണ്ട്, ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് പ്രൈസ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് സഹായകരമായിരിക്കും, എങ്ങനെയെങ്കിലും അതിൽ പങ്കെടുക്കണമല്ലോ, പൈസ വിൻ ചെയ്യണമല്ലോ എന്നൊക്കെയാണ് ആ ഒരു കുട്ടിയും ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. നയനയാണെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആദർശ് അവിടെ റിസോർട്ടിൽ വന്നിരുന്നിട്ടും ലാപ്ടോപ്പിൽ ഓരോ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നയന വന്നിട്ട് പറയുന്നുണ്ട്, ആദർശേട്ടാ എനിക്കൊരു കാര്യം പറയാൻ ഉണ്ടെന്ന് പറയണം. അപ്പോൾ എന്താ കാര്യം ചോദിച്ചപ്പോൾ, എനിക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്നുണ്ട്, ആദർശേട്ടൻ എൻ്റെ കൂടെ നിൽക്കണം എന്ന് നമ്മുടെ നയന ആദർശിനോട് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട വശം തന്നെ ആദർശ് ആകെ ഷോക്കായിട്ട് നയനേനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ആദർശിനെ കാണിച്ചുകൊണ്ട് പത്തരമാറ്റിലെ മറ്റൊരു എപ്പിസോഡ് തീരുകയാണ്. വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും ഒരു ലൈക്ക് എന്നിട്ട് പോകാനായിട്ട് മറക്കരുത്. അതുപോലെ ഇതിൻ്റെ തുടർന്നുള്ള എപ്പിസോഡ്സ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരേക്കും ബായ്.